വത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ അനുജന്മാരോടുകൂടി അയോധ്യയിങ്കൽ സുഖമായിട്ടു താമസിക്കുന്ന കാലത്ത് സിദ്ധാശ്രമത്തിങ്കൽ വിശ്വാമിത്ര മഹർഷി ഒരു യാഗം ആരംഭിച്ച കാലത്ത് സുബാഹു തുടങ്ങിയിരിക്കുന്ന രാക്ഷസന്മാര് ആ യാഗം നശിപ്പിച്ചതുകൊണ്ട് മഹർഷി യാഗരക്ഷയ്ക്കായിട്ട് അയോധ്യയിൽ വന്ന് ദശരഥ മഹാരാജാവിനോട് യാഗരക്ഷയ്ക്കു ശ്രീരാമചന്ദ്രനെ പറഞ്ഞയക്കുവാനായിക്കൊണ്ട് ആവശ്യപ്പെട്ട സമയത്തിങ്കൽ മഹാബലിയുടെ കയ്യിൽ നിന്ന് 3 ലോകങ്ങളും സമ്പാദിച്ചു. ഇത് ഭഗവാന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവിടെ ഇരുന്ന് പല മന്ത്രങ്ങളും ബലാധിബലകളാകുന്ന മന്ത്രം ഹേമന്മാരായിട്ടുള്ള പലരും വന്നു കൂടുന്ന സ്ഥലമാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയില് ആരൊക്കെയാണ് സഭയിലുള്ളത് എന്നാണെങ്കിൽ പലതരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപൂർണാഭ്യന്തരാം താം സഭാം നിറഞ്ഞ സഭയാണ്. പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കണു എന്നർത്ഥം. സഭയിൽ ധാരാളം ആളുകള് പല തരത്തിലുള്ളവര് സഭയിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സഭയുടെ ഉള്ളിലേക്കാണ് വിശ്വാമിത്ര മഹർഷി നേരെ കടന്നു ചെന്നു. എന്നാൽ എന്താണ് സന്ദർഭം? എന്തിനാണ് വിശ്വാമിത്ര മഹർഷി ഇവിടേക്ക് ചെന്നത്? ജനക മഹാരാജാവിന്റെ രാജധാനിയിലേക്ക് ചെല്ലാൻ കാരണം എന്താ എന്നാണെങ്കിൽ അദ്ദേഹം തന്റെ ആശ്രമത്തില്, സിദ്ധാശ്രമം എന്നാണ് പേര്, അവിടെ ആശ്രമത്തില് താൻ യാഗം ആരംഭിച്ചു. ആ യാഗം നശിപ്പിക്കാൻ വന്നിരിക്കുന്ന രാക്ഷസന്മാര് ധാരാളം മാരീചൻ, സുബാഹു, യജ്ഞകോപൻ, സ്വപ്നകോ, അങ്ങനെ പറഞ്ഞ കുറെ രാക്ഷസന്മാര് അവരുടെ പേര്. ശംഖു